സൈക്ലോട്രോൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ 4th ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പഠിക്കാൻ വളരെ എളുപ്പമുള്ളതും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൈക്ലോട്രോൺ. നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്ററിലേക്ക് ഒന്നെത്തി നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ ഇലക്ട്രിക് ചാർജസ് അതല്ലെങ്കിൽ സ്റ്റേഷനറി ചാർജസുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ നമ്മൾ വളരെ ചെറിയൊരു ഡിവൈസ് പരിചയപ്പെട്ടിരുന്നു, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. എന്തായിരുന്നു അതിൻ്റെ യൂസ്? നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ചാർജുകളുടെ പ്രസൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററായിരുന്നു. അവിടെ നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ പരിചയപ്പെട്ടിരുന്നു. എന്തായിരുന്നു കപ്പാസിറ്ററിൻ്റെ പർപ്പസ്, യൂസ് എന്തായിരുന്നു? നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ചാർജുകളെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞു. 3rd ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? ഒന്ന് മീറ്റർ ബ്രിഡ്ജും രണ്ടാമത്തേത് പൊട്ടൻഷ്യോ മീറ്റർ. മീറ്റർ ബ്രിഡ്ജിന് ഇതേപോലെ തന്നെ അതിൻ്റേതായ പ്രിൻസിപ്പിളുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ യൂസ്. പ്രധാനമായും മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസിനെ വളരെ ക്വിക്കുമായിട്ടും വളരെ അക്യുറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടൻഷ്യോ മീറ്റർ അത് ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു. എന്തായിരുന്നു പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? V പ്രപ്പോർഷണൽ ടു L. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോ മീറ്റർ വയർ. അതായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, യൂസ് എന്താണ്. EMF കണ്ടുപിടിക്കാനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും EMFകളെ കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യോ മീറ്ററിനെ ഉപയോഗിക്കാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സൈക്ലോട്രോണും ഇതേപോലെ തന്നെ ഒരു ഡിവൈസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ നമുക്ക് ഓരോ ഡിവൈസുകളെ കുറിച്ച് മിനിമം ഒരു ഡിവൈസ് എങ്കിലും ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ എന്തുണ്ട്? ഒരു ഡിവൈസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതായത് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനും നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്ററിനും പൊട്ടൻഷ്യോ മീറ്ററിനും മീറ്റർ ബ്രിഡ്ജിനും ഒക്കെ ഉള്ളതുപോലെ ഒരു യൂസ്, ഒരു പർപ്പസ് സൈക്ലോട്രോണുണ്ട്. എന്താണത്? നമ്മുടെ കയ്യിൽ ഒരു ചാർജ്ഡ് പാർട്ടികളുണ്ടെങ്കിൽ, ഒരു ചാർജ് ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു അയേൺ ഉണ്ടെങ്കിൽ, ഒരു അയോണിനെയോ അതല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെയോ ഒരു ചാർജിനെയോ നമുക്ക് വേണമെങ്കിൽ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായി സാധിക്കും. ആ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായി നമ്മുടെ കയ്യിലുള്ള ഡിവൈസാണ് സൈക്ലോട്രോൺ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നിങ്ങൾ വെറുതെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് നോക്കൂ, എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു ചാർജിനെ അതല്ലെങ്കിൽ ഒരു അയോണിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ആ ചാർജിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ഒരു വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകും, അതായത് ഒരു ആക്സലറേഷൻ അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജിനെ അല്ലെങ്കിൽ ഒരു ചാർജിനെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ അതല്ലെങ്കിൽ ഒരു അയോണിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചാർജ് മൂവ് ചെയ്യുകയും ആ ചാർജിന് ഒരു ആക്സലറേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വളരെ വലിയൊരു ആക്സലറേഷൻ വേണമെങ്കിൽ അപ്പോൾ ആ ഒരു ചാർജ് എന്ത് ചെയ്ത് തുടങ്ങും? പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങും, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ. അങ്ങനെയെങ്കിൽ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ആ ചാർജ് മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ മൂവ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരെയധികം ആക്സലറേഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുഞ്ഞൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ചാർജ് ഇവിടെ നിന്ന് ഈ ഇലക്ട്രിക് ഫീൽഡ് കഴിയുന്ന ആ സ്ഥലം വരെ മാത്രമേ ആക്സലറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ആ ചാർജിൽ ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. നമുക്ക് ഒരു ചാർജിനെ വളരെയധികം ആക്സലറേഷൻ കൊടുക്കണമെങ്കിൽ, ആക്സലറേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ നീളമുള്ള അതല്ലെങ്കിൽ വളരെയധികം വൈഡ് റേഞ്ചിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് വേണ്ടി വരും. ചാർജ് ലീനിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, ചാർജ് നീളനെയാണ് പോകുന്നതെങ്കിൽ ആ ചാർജ് പോകുന്ന സ്ഥലത്ത് മുഴുവൻ എന്ത് വേണം? ഇലക്ട്രിക് ഫീൽഡ് വേണം. അങ്ങനെയെങ്കിൽ വളരെയധികം വലിയൊരു ആക്സലറേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ വൈഡായിട്ടുള്ള റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ചാർജ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ ചാർജിന് നമുക്ക് സർക്കിളാക്കി എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ വളരെ നീളം കൂടിയ ഹോസുകളൊക്കെ അതല്ലെങ്കിൽ വയറുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അതങ്ങനെ നീളം തന്നെയാണോ നമ്മൾ സൂക്ഷിച്ച് വെക്കാറ്? അല്ല, വളരെ നീളം കൂടിയ ഹോസുകളാണെങ്കിലും വളരെ നീളം കൂടിയ വയറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിനെ ചുരുട്ടി വെക്കാറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ചാർജിനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ അനുവദിക്കാതെ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം അത് ആക്സലറേറ്റ് ചെയ്യപ്പെടുമ്പോഴും
നമ്മളതിനെ ചുരുട്ടി എടുക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു ചാർജർ പാർട്ടിക്കിളിനെ നമ്മളൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലീനിയർ ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് വളരെ വൈഡ് റേഞ്ചിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് വേണ്ട, വളരെ ലെങ്ത് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് വേണ്ട, ചെറിയൊരു ഭാഗത്ത് തന്നെ ഇലക്ട്രിക് ഫീൽഡ് മതി. ചാർജിന് എന്ത് ചെയ്താൽ മതി? ഒന്ന് വട്ടം ചുറ്റിച്ചെടുത്താൽ മതി. അതായത് ഒരു സർക്കുലർ പാത്തിൽ ആ ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. സർക്കുലർ പാത്തിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് കഴിയും. മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജ് പോകുന്ന വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തൊട്ട് മുമ്പേ നമ്മൾ കണ്ടതാണ്, ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, 90 ഡിഗ്രിയിലായിട്ടാണ് വരുന്നതെങ്കിൽ ആ ചാർജർ പാർട്ടിക്കിൾ സർക്കുലേറ്റ് ചെയ്യും. അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ചാർജർ പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനും മാഗ്നറ്റിക് ഫീൽഡിന് അതേ ചാർജർ പാർട്ടിക്കിളിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കും. അങ്ങനെയെങ്കിൽ വളരെ സുഖമായി നമുക്ക് ഒരു ചാർജിനെയോ ചാർജർ പാർട്ടിക്കിളിനെയോ ഒരു അയോണിനെയോ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സൈക്ലോട്രോൺ. ഞാനതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ പ്രിൻസിപ്പിളും ഒരുമിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഓരോന്നായിട്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ചാർജർ പാർട്ടിക്കിൾസ്. കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോൺസ്, ഡ്യൂട്രോൺസ്, ആൽഫ പാർട്ടിക്കിൾസ് എക്സെട്ര. പ്രോട്ടോൺ, അതുപോലെ തന്നെ ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഇതൊക്കെ എന്താണ്? ചാർജുള്ള ആളുകളാണ്. ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയാം. സൈക്ലോട്രോണിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ സൈക്ലോട്രോണിൻ്റെ തന്നെ ചെറിയൊരു ലിമിറ്റേഷൻ പറയാം. ചാർജുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ നമുക്ക് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ നമുക്ക് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. എക്സാമ്പിൾ ന്യൂട്രോൺ എടുക്കാം. ന്യൂട്രോണിന് ചാർജൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോണിനെ എടുത്തില്ല? പ്രോട്ടോൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ആരെയാണ്? ഇലക്ട്രോണിനെയാണ്. കാരണം ഇലക്ട്രോണും ചാർജുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇലക്ട്രോണിനെ എടുക്കാതിരുന്നത്? അതിന് കൃത്യമായിട്ടുള്ള റീസൺ നമ്മൾ അവസാനം പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെങ്കിലും നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആ ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. പക്ഷേ അതിന് ചെറിയ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ചാർജ്ഡ് പാർട്ടിക്കിളിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആൽഫ പാർട്ടിക്കിൾ, ഇവരൊക്കെ ചാർജുള്ള ആളുകളാണ്. ഇവരെയൊക്കെ നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഇലക്ട്രിക് ഫീൽഡിന് ചാർജുകളെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് ആ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൃത്യമായിട്ട് ഒരു സർക്കുലർ പാത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് ഫീൽഡ് ആക്സലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, മാഗ്നറ്റിക് ഫീൽഡ് മേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ മോഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സൈക്ലോട്രോണിൻ്റേത്. ഇനി എന്താണ് അതിൻ്റെ ഡയഗ്രാം, എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്? രണ്ടും നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. ഡയഗ്രവും കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസും ഒരുമിച്ചാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സൈക്ലോട്രോണിൽ ഉള്ളത്. ആദ്യം നമുക്കത് പറയാം. ഇലക്ട്രോ മാഗ്നറ്റുകളുണ്ട്. അതായത് ഇവിടെ പെർമനൻറ്റ് മാഗ്നറ്റുകളല്ല ഉപയോഗിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. കറണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന ഇലക്ട്രോ മാഗ്നറ്റുകൾ. അതിന് മുകളിൽ ഞാൻ ഒരു നോർത്ത് പോൾ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു സൗത്ത് പോൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഓക്കെ, ഇനി ഇതൊരു വാക്വം ചേമ്പറാണ്. ഞാൻ റെഡ് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്, അത് വാക്വം ചേമ്പറാണ്. അതിൻ്റെ ഉള്ളിൽ വാക്വം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ 2 ഡീസ് ഉണ്ട്. ഡിയുടെ സ്പെല്ലിംഗ് ഇതാണ്, DEE, ഡി. ഓക്കെ, നമ്മൾ പ്ലൂറലായിട്ട് പറയുമ്പോൾ നമ്മളതിനെ ഡീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, 2 ഡീസ് ഉണ്ട്. ഇത് D1, ഇത് D2. ഇനി ആ 2 ഡീസിൻ്റെയും നടുക്കലായിട്ട്, സെൻറ്ററിലായിട്ട് നമുക്ക് ആരെയാണോ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, അതായത് ഒരു അയോണിനെ ആണെങ്കിൽ അയോൺ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആണെങ്കിൽ ആൾ, അല്ലെങ്കിൽ ഒരു ചാർജിനെ ആണെങ്കിൽ ആൾ, അതായത് ആരെയാണോ നമുക്ക് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അദ്ദേഹത്തെ നമ്മൾ 2 D1നും D2നും ഇടയിലായിട്ട് വെക്കുന്നു. താഴെയും ഒരു ഇലക്ട്രോമാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോർത്ത് പോൾ ആണെങ്കിൽ താഴെ സൗത്ത് പോൾ ആയിരിക്കും ആക്ട് ചെയ്യുക. ഒരു RF ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ,
RF ഓസിലേറ്റർ D1നും D2നും ഇടയിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോ മാഗ്നറ്റുകൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. വളരെ സ്ട്രെങ്ത്തുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ചാൽ 1-2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ആക്ടിവേറ്റ് ചെയ്താൽ മതി. 2, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. കറണ്ട് കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടും, കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഇതൊക്കെയാണ് നമ്മുടെ ഉപകാരങ്ങൾ. ഇനി വാക്വം ചേംബർ. വാക്വം ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 Dയും ഈ ചാർജഡ് പാർട്ടിക്കിളും ഇരിക്കുന്നത് ഈ വാക്വം ചേംബറിൻ്റെ ഉള്ളിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വാക്വം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഈ ചാർജഡ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ നമ്മുടെ വർക്കിങ്ങിൻ്റെ അണ്ടറിൽ പറയും. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ. വർക്കിങ്ങിൻ്റെ അണ്ടറിൽ നമ്മൾ കൃത്യമായിട്ട് പറയും എങ്ങനെയാണ് ഈ ഒരു ചാർജഡ് പാർട്ടിക്കിളിനെ നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക. തൽക്കാലത്തേക്ക് നമ്മളതിനെ സ്റ്റേഷനിലാക്കി വെച്ചിരിക്കുകയാണ് സെൻറ്ററിൽ. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു സർക്കുലർ മോഷനിൽ D1നും D2നും ഇടയിൽ എന്ത് ചെയ്തെടുക്കുന്നു? ഇതേപോലെ സർക്കുലേറ്റ് ചെയ്തെടുക്കും. ഇനി ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ മറ്റുള്ള ആറ്റങ്ങളുമായോ വാക്വം അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകാം? എയർ ഉണ്ടാകാം. അതായത് പലതരത്തിലുള്ള മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഉണ്ടാകാം. ഈ ആറ്റങ്ങളൊക്കെ ആയിട്ട് കൂട്ടിയിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വാക്വം അല്ലെങ്കിൽ നമ്മൾ ഈ ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ചാർജ് മറ്റുള്ള ആറ്റങ്ങളുമായോ മോളിക്യൂൾസുമായോ ഒക്കെ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വാക്വം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വാക്വം ചേംബറാണ്. ഇനി അയോൺ ഓർ ചാർജഡ് പാർട്ടിക്കിൾ, നമ്മൾ ആരെയാണോ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആളെയാണ് 2 Dsൻ്റെ ഇടയിൽ വെക്കുന്നത്. ഇനി എന്താണ് ഈ D എന്ന് ഉദ്ദേശിച്ചത്? ഓക്കെ, വളരെ ചെറിയ രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുവരാറുള്ള ഒരു ടിഫിൻ ബോക്സ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? അതായത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ടിഫിൻ ബോക്സ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, റെക്റ്റാങ്കിൾ അല്ല, റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടിഫിൻ ബോക്സ് എടുക്കുക. ഓക്കെ, അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല എന്ന് വിചാരിക്കുക. അത് നമ്മൾ സെൻറ്റർ മുറിക്കുക. സാധാരണ ഒരു സ്റ്റീലായിരിക്കും, സ്റ്റീൽ കൊണ്ടായിരിക്കും നമ്മൾ സാധാരണ ടിഫിൻ ബോക്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടിഫിൻ ബോക്സുകളൊക്കെ സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇനി അത് ഏകദേശം ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും അല്ലേ? ഏകദേശം, അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്, പക്ഷേ അതിൻ്റെ ഹൈറ്റ് ഒരു അല്പം കുറവാണ്. എക്സാക്റ്റ് സിലിണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ഹൈറ്റ് കുറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും നമ്മൾ സാധാരണ ഭക്ഷണം കൊണ്ടുവരാറുള്ള ടിഫിൻ ബോക്സ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക, നമ്മളതിനെ സെൻറ്റർ മുറിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരു ഹാഫ് കിട്ടും, ഇപ്പുറത്തെ മറ്റൊരു ഹാഫും കിട്ടും. ആ ഹാഫിൻ്റെ വേണമെങ്കിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ പോലെ നിങ്ങൾക്ക് തോന്നാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉൾഭാഗം എംറ്റിയാണ്. ഓക്കെ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സർക്കിളിനെ സെൻറ്റർ മുറിച്ച പോലെ തോന്നും, പക്ഷേ അതൊരു 2 ഡയമെൻഷനലായിട്ടാണ് നമുക്ക് കാണുക. പക്ഷേ നിങ്ങളത് 3 ഡയമെൻഷനലായിട്ട് ചിന്തിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആ പകുതി ഭാഗം. ഇത് അടുത്ത പകുതി ഭാഗമാണ്. നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു സെമി സർക്കിളായിട്ടാണ് തോന്നുള്ളൂ. അതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ? രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ ആ പഴയ ടിഫിൻ ബോക്സ് തന്നെ കിട്ടും. സെൻറ്റർ മുറിക്കുക, ടിഫിൻ ബോക്സിൻ്റെ ഉൾഭാഗം എംറ്റിയാണ്. ഇവിടെയും അതിൻ്റെ ഉൾഭാഗം എംറ്റിയാണ്. അതേപോലെ തന്നെയുള്ള 2 ജോമെട്രീസാണ്. ആദ്യത്തെ Dയും രണ്ടാമത്തെ Dയും. D എന്നാണ് അതിൻ്റെ പേര്. നമ്മളതിനെ കമ്പൈൻ ചെയ്ത് വിളിക്കുമ്പോൾ പ്ലൂറലായിട്ട് നമ്മളതിനെ ഡീസ് എന്ന് വിളിക്കുന്നു. ഇത് ആദ്യത്തെ D ആണ്, ഇത് രണ്ടാമത്തെ D ആണ്. D1 D2. ഓക്കെ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകില്ല. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടിഫിൻ ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം? നടുക്ക് മുറിച്ചിട്ട് ഒരല്പം നീക്കി വയ്ക്കുക, 2 വശങ്ങളിലേക്കുമായിട്ട് നീക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടിഫിൻ ബോക്സിൻ്റെ ഉൾഭാഗം എംറ്റിയാണ്. രണ്ടാമത്തെ പാർട്ടിൻ്റെ ഉൾഭാഗവും എംറ്റി തന്നെയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ ആരെ വയ്ക്കാനായിട്ട്. ആരെയാണോ, അതായത് അയോൺ ആണെങ്കിൽ അയോൺ, അല്ലെങ്കിൽ ചാർജഡ് പാർട്ടിക്കിൾ, ആരെയാണോ നമുക്ക് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് ആ ആളെയാണ് 2 ഡീസിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് നമുക്കതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിൽ പറയാനുള്ളത്. ഇനി ഒരാളും കൂടി നമുക്ക് അവിടെ ഉണ്ട് പറയാൻ, RF ഓസിലേറ്റർ. RF ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് RF ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാനായിട്ട് ആരുണ്ട്?
ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും നെഗറ്റീവ് പൊളാരിറ്റിയും നമുക്കവിടെ അപ്ലൈ ചെയ്യണം. എന്ത് സംഭവിക്കും നോക്കുക. RF ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. RF ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1നും D2നും ചാർജ് അല്ലെങ്കിൽ പൊളാരിറ്റി കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് RF ഓസിലേറ്റർ. അതായത് RF ഓസിലേറ്റർ ഒരു ഇൻസ്റ്റൻറ്റിൽ D1 പോസിറ്റീവ് ആക്കിയെന്ന് വിചാരിക്കുക. അതേ ഇൻസ്റ്റൻറ്റിൽ തന്നെ D2 നെഗറ്റീവ് ആയിരിക്കും. അതായത് D1നും D2നും നമ്മൾ എന്ത് കൊടുക്കുകയാണ്? പൊളാരിറ്റി കൊടുക്കുകയാണ്. D1ൻ്റേക്കും D2ലേക്കും RF ഓസിലേറ്ററിൽ നിന്ന് ഓരോ കണക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ D1നെ ഞാൻ ആദ്യമായി പോസിറ്റീവ് ആക്കി, അതേ സമയത്ത് തന്നെ D2 നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് മൊമെൻറ്റിൽ ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അതായത് D1 നെക്സ്റ്റ് മൊമെൻറ്റിൽ നെഗറ്റീവ് ആകും, D2 അതേ മൊമെൻറ്റിൽ തന്നെ പോസിറ്റീവ് ആകും. ഇതേ രീതിയിൽ പൊളാരിറ്റി മാറ്റി മാറ്റി കൊടുക്കാൻ വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ D1ൻ്റെയും D2ൻ്റെയും പൊളാരിറ്റി മാറ്റാൻ കഴിവുള്ള ആളാണ് RF ഓസിലേറ്റർ. ഞാനിവിടെ പോസിറ്റീവ് കൊടുത്തു, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡീസിൻ്റെ ഇടയിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് വരാം. D1 പോസിറ്റീവാണ്, D2 നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ D1ൻ്റെയും D2ൻ്റെയും ഇടയിൽ എന്ത് വരാം? ഒരു ഇലക്ട്രിക് ഫീൽഡ് വരാം. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് നിങ്ങൾ ആരെ വയ്ക്കുന്നത്? അയോണിനെ അതല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിളിനെ വയ്ക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊമെൻറ്റിൽ RF ഓസിലേറ്റർ D1നെ നെഗറ്റീവ് ആക്കുന്നു, D2നെ പോസിറ്റീവ് ആക്കുന്നു. അപ്പോഴും D1നും D2ൻ്റെയും ഇടയിൽ എന്ത് വരും? ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്യും. അതേ ഇലക്ട്രിക് ഫീൽഡിലാണ് നിങ്ങൾ വീണ്ടും ആരെ വെച്ചിരിക്കുന്നത്? ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന RF ഓസിലേറ്റർ, ഈ RF ഓസിലേറ്ററിന് ഏകദേശം 10⁴ വോൾട്ട് വരെ D1നും D2നും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും 220 to 240 വോൾട്ട്. ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 230 വോൾട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് വരുന്നുള്ളൂ. വെറും 230 വോൾട്ട്. എന്നിട്ട് പോലും നമുക്ക് വളരെയധികം അപകടം പിടിച്ച ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണത്. നോക്കുക, ഇവിടെ 10⁴ വോൾട്ട് വളരെയധികം ഹയർ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? RF ഓസിലേറ്ററിന് പറ്റും. ഇനി RF ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി അതിലും ഭീകരമാണ്. 10⁷ ഹെർട്സ് ആണ്. വളരെയധികം കൂടുതലാണ്. 10⁷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലുതാണ്. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെറും 50 ഹെർട്സേ ഉള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം, വെറും 50 ഹെർട്സ്. പക്ഷേ RF ഓസിലേറ്ററിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁷ ഹെർട്സ് ആണ്. എന്താണ് അതിൻ്റെ മീനിങ്? ശരിക്കും ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര കംപ്ലീറ്റ് സൈക്കിൾസ് ഉണ്ട്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി. 10⁷ ഹെർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കോടിയാണ്. ഇവിടെ D1ൻ്റെയും D2ൻ്റെയും പൊളാരിറ്റി ഒരു സെക്കൻഡിൽ ഏകദേശം 10⁷ ഹെർട്സ് 10⁷ ടൈംസ് മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സെക്കൻഡിൽ 10⁷ 1 കോടി പ്രാവശ്യമൊക്കെ നമുക്ക് D1ൻ്റെയും D2ൻ്റെയും പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ RF ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് മാറുന്നു, അല്ലെങ്കിൽ എത്ര സൈക്കിൾസ് അത് കംപ്ലീറ്റ് ചെയ്യുന്നു, എത്ര പോസിറ്റീവ് സൈക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് സൈക്കിൾസ് ഉണ്ട്, അതിൻ്റെ എണ്ണമാണ് ശരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് കംപ്ലീറ്റ് സൈക്കിൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈക്കിൾ, ഒരു നെഗറ്റീവ് സൈക്കിൾ, അതാണ് ഒരു ഫുൾ കംപ്ലീറ്റ് സൈക്കിൾ. എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ ഒരു ഏതെങ്കിലും ഒരു ഡിവൈസ്, ഇവിടെ RF ഓസിലേറ്റർ ആണ്, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം പോസിറ്റീവ് സൈക്കിളുണ്ട്, എത്ര പ്രാവശ്യം നെഗറ്റീവ് സൈക്കിളുണ്ട്, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 10⁷ 1 കോടി പ്രാവശ്യം D1ൻ്റെയും D2ൻ്റെയും പൊളാരിറ്റി, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ പൊളാരിറ്റി മാറ്റാൻ ആർക്ക് കഴിയും? RF ഓസിലേറ്ററിന് കഴിയും. ഓക്കെ, ഞാൻ വളരെ ചെറുതാക്കിയായിട്ടാണ് RF ഓസിലേറ്റർ വരച്ചിട്ടുള്ളൂ. പക്ഷേ ആൾ വളരെയധികം ശക്തനാണ്. 10⁻⁴ വോൾട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് RF ഓസിലേറ്ററിന് പറ്റും. അതേസമയം 10⁻⁷ ഹെർട്സ് അത്രയും പ്രാവശ്യം 1 കോടി പ്രാവശ്യം D1ൻ്റെയും D2ൻ്റെയും പൊളാരിറ്റി മാറ്റുന്നതിനായിട്ടും RF ഓസിലേറ്ററിന് സാധിക്കും. ഇത്രയുമാണ് നമുക്ക് അതിൻ്റെ സർക്യൂട്ടിലും അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലും പറയാനുള്ളത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആളുകൾ, സൈക്ലോട്രോണിൻ്റെ കീഴിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇലക്ട്രോ മാഗ്നറ്റ്,
അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. RF ഓസിലേറ്റർ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം, അതേസമയം തന്നെ D1ൻ്റെയും D2ൻ്റെയും പോളാരിറ്റിയും ചേഞ്ച് ചെയ്യണം. വാക്വം ചേമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വാക്വം ചേമ്പറിൻ്റെ ഉള്ളിൽ 2 D1 D2 2 ഡീസ് ഉണ്ട്. അതിന് സെൻറ്ററിൽ ആരെയാണോ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അദ്ദേഹത്തെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അതിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ പറയാനുള്ളത്. RF ഓസിലേറ്ററിൻ്റെ പർപ്പസ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, അത് അത്രയും സ്ട്രോങ് ആണ്. 10⁴ വോൾട്ട് വരെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ 10⁷ ഹെർട്സ് ആണ് RF ഓസിലേറ്ററിൻ്റെ ഏകദേശം ഫ്രീക്വൻസി ആയിട്ട് കണക്കാക്കുന്നത്. ഇനി സൈക്ലോട്രോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ. വർക്കിംഗ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് ഈ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ വളരെ ഡ്രമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ടിഫിൻ ബോക്സ് എക്സാക്ട്ലി സെൻറ്ററിൽ മുറിച്ചതുപോലെയാണ്. കാലിയായിട്ടുള്ളൊരു ടിഫിൻ ബോക്സ്, നമ്മൾ സർക്കുലർ ഷേപ്പുള്ള കാലിയായിട്ടുള്ള ടിഫിൻ ബോക്സ് സെൻറ്റർ മുറിച്ചതുപോലെയാണ് ആരിയിരിക്കുന്നത്, 2 ഡീസ് ഇരിക്കുന്നതെന്ന്. ഇനി ഈ മാഗ്നറ്റുകൾ ഏത് രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം, എങ്കിലേ നമുക്ക് വർക്കിംഗ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കാം. ഇപ്പോൾ ഞാൻ ഈ 2 ഡീസ് ഇതേ രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ രീതിയിൽ, അതായത് ഇതൊരു സെമി സർക്കുലർ ഡി ആണ്, ഇതും ഒരു സെമി സർക്കുലർ ഡി ആണ്. ഇതിൻ്റെ ഉൾഭാഗം എംപ്റ്റി ആണ്, ഇതിൻ്റെയും ഉൾഭാഗം എംപ്റ്റി ആണ്. ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ ടിഫിൻ ബോക്സ് നമ്മുടെ ഡെസ്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് പോലെ ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്ലെയിനിലായിരിക്കും നമുക്ക് ആ ഒരു ചാർജുകളെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഡി ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്ലെയിൻ, ഇതാണ് നമ്മുടെ പ്ലെയിൻ, ഈ രീതിയിലായിരിക്കും ആ ചാർജുകൾ അവിടെ മൂവ് ചെയ്യുക. മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് ഈ 2 ഡിയുടെ മുകളിലും താഴെയുമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡി കാണുന്നതെങ്കിൽ, ഇതേ രീതിയിലാണ് നമ്മൾ ഡി കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലായിരിക്കും ഈ ഒരു നോർത്ത് പോള്, നേരെ ഇതിൻ്റെ താഴെയായിരിക്കും അതിൻ്റെ സൗത്ത് പോളും. നമ്മൾ ചാർജിനെ അല്ലെങ്കിൽ ചാർജഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് താഴേക്ക്, നേരെ താഴേക്ക് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ചാർജുകളെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് അനുവദിക്കുന്ന പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഡെസ്കിൻ്റെ മുകളിൽ, നമ്മൾ സാധാരണ കാണാറുള്ള ഡെസ്കിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ടിഫിൻ ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ടിഫിൻ ബോക്സ് വെക്കുക. ആ ഡെസ്കിൻ്റെ പ്ലെയിനിൽ, ടിഫിൻ ബോക്സ് ഇരിക്കുന്നത് ആ ഡെസ്കിലാണ്, ആ ഡെസ്കിൻ്റെ പ്ലെയിനിലാണ് നിങ്ങൾ ചാർജുകളെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് അനുവദിക്കുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് നേരെ മുകളിൽ നിന്ന് താഴേക്കാണ്. ഡെസ്കിൻ്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇനി വർക്കിംഗ് നോക്കാം. ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരച്ചിട്ടുണ്ട്. നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ ഇൻടു ദ പ്ലെയിനാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻടു ദ പ്ലെയിൻ നിറയെ ക്രോസ് മാർക്കുകളാണ് വെച്ചിരിക്കുന്നത്. ഇൻടു ദ പ്ലെയിൻ, ഈ ബോർഡിൻ്റെ, വൈറ്റ് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ആ ഉള്ളിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് 2 ഡീസ് വെച്ചിരിക്കുന്നത്. അതായത് ഞാനിവിടെ ആകെ വരച്ചിരിക്കുന്നത് D1 D2 നടുവിൽ വെച്ചിരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇത്രയും ഞാൻ വരച്ചിട്ടുള്ളൂ. ഇവിടെ ആ ഒരു വാക്വം ചേമ്പർ ഒന്നും ഞാൻ വരച്ചിട്ടില്ല. ഓക്കെ, ഇനി ഉള്ളിലേക്കാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്. ഉള്ളിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് D1ഉം D2ഉം ഇരിക്കുന്നത്. അതായത് ഈ രീതിയിലാണ് D1ഉം D2ഉം ഇരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം എംപ്റ്റി ആണ്, ഇതിൻ്റെയും ഉൾഭാഗം എംപ്റ്റി ആണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യും? നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ 2 ഡീസിൻ്റെ നടുവിലായിട്ട് വെക്കുന്നു. നമ്മുടെ എക്സാമ്പിളായിട്ട് എക്സാമ്പിളായി പറയാൻ വേണ്ടി ഞാനൊരു പോസിറ്റീവ് ചാർജിനെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് നെഗറ്റീവ് ചാർജുകൾ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജിനെയാണ്. പോസിറ്റീവ് ചാർജിനെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇനി തുടക്കത്തിൽ D1 D2 സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ ആ ഒരു 2 ഡിയുടെയും ഇടയിൽ ഞാനൊരു പോസിറ്റീവ് ചാർജിനെ വെച്ചിരിക്കുന്നു. D1ഉം D2ഉം ഒരു RF ഓസിലേറ്ററിലേക്ക് കണക്റ്റും ചെയ്തിട്ടുണ്ട്. RF ഓസിലേറ്ററിൻ്റെ ശരിക്കുമുള്ള ഒരു പർപ്പസ് എന്താണ്, യൂസ് എന്താണ്? D1നും D2നും പൊളാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ ഏകദേശം 10⁻⁷ ടൈംസ് 1 കോടി പ്രാവശ്യം വേണമെങ്കിൽ D1-ൻ്റെയും D2-ൻ്റെയും പൊളാരിറ്റി മാറ്റാനുള്ള കഴിവ് RF ഓസിലേറ്ററിനുണ്ട്. അതായത് ഫ്രീക്വൻസി ഓഫ് RF ഓസിലേറ്റർ ഈസ് 10⁻⁷ ഹെർട്സ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും D1-നും D2-നും ഇടയിൽ കൊടുക്കാനും ആ RF ഓസിലേറ്ററിന് സാധിക്കും. 10⁻⁴ വോൾട്ട് വരെ കൊടുക്കാം. അപ്പോൾ RF ഓസിലേറ്റർ നിസ്സാരക്കാരനല്ല. ഇനി RF ഓസിലേറ്റർ തുടക്കത്തിൽ ഞാനിവിടെ വെച്ചിരിക്കുന്ന ചാർജ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് എടുക്കുന്നു. RF ഓസിലേറ്റർ തുടക്കത്തിൽ D1-നെ ഞാനിവിടെ എഴുതാം, D1-നെ നെഗറ്റീവും D2-നെ പോസിറ്റീവുമായിട്ടാണ് മാറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു D1-നും D2-നും പൊളാരിറ്റി കൊടുക്കാനായിട്ട് RF ഓസിലേറ്ററിന് സാധിക്കും. അപ്പോൾ തുടക്കത്തിൽ ആ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ D1 നെഗറ്റീവാണ്, D2 പോസിറ്റീവാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? നേരെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ D1 നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യും? നേരെ ഈ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. D1 നെഗറ്റീവ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, D1 നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോൺ നേരെ D1-ൻ്റെ അടുത്തേക്ക് വരും. അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് വരും. D2 അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഈ ഒരു അയോണിനെ പുഷ് ചെയ്യുകയും ചെയ്യും. അതായത് D2 ഇപ്പോൾ പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ചാർജുള്ള D2 പോസിറ്റീവ് അയോൺ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ചാർജുള്ള D1 പോസിറ്റീവ് അയോണിനെ അട്രാക്റ്റും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ചാർജ് പോസിറ്റീവ് ചാർജുള്ള ഈ ഒരു അയോൺ എന്ത് സംഭവിക്കും? D1-ൻ്റെ ഉള്ളിലേക്ക് ഇതേ രീതിയിൽ വരും. അതായത് ഈ ഒരു ഡയറക്ഷനിൽ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കുമാണ്. നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, ചാർജ് പോകുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലേക്കാണ്, രണ്ടും പെർപെൻഡിക്കുലറാണ്. പോസിറ്റീവ് ചാർജുള്ള അയോൺ അല്ലെങ്കിൽ പോസിറ്റീവിൽ ചാർജിൽ പാർട്ടിക്കിൾ പോകുന്ന വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറാണ്. അതായത് ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. അങ്ങനെയെങ്കിൽ ബിയും വിയും എങ്ങനെ വരും? 90 ഡിഗ്രി വരും, പെർപെൻഡിക്കുലർ വരും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുന്ന ആ ഒരു ചാർജ് സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യും. അതായത് ഇങ്ങനെ പോകുന്ന ചാർജ് താഴേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അത് നേരെ താഴേക്ക് വരും. അതായത് ശ്രദ്ധിക്കുക, ചാർജ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വരും. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അത് താഴേക്ക് വരും. ഇനി താഴേക്ക് വരുന്ന ചാർജ് എങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യും? നേരെ നമ്മുടെ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, താഴേക്കാണ് പോകുന്നതെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നേരെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. തൽക്കാലം അതുവരെ ആ നാലാമത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത് താഴേക്ക് പോയിക്കൊണ്ടിരുന്നത് റൈറ്റ് സൈഡിലേക്ക്. അതായത് ആ ഒരു ചാർജ് ഇവിടെ എത്തുന്നു, ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ടേക്കാം, ഇവിടെ എത്തുന്നെന്ന് വിചാരിക്കുക. അതായത് ഒരു ഹാഫ് സർക്കുലർ മോഷൻ അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. കാരണം തുടക്കത്തിൽ D1 നെഗറ്റീവും D2 പോസിറ്റീവുമായിരുന്നു. നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ D1-ന് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജുള്ള അയോൺ D1-ൻ്റെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് അത് സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യുകയും ചെയ്തു. മുഴുവനായിട്ടൊരു സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇവിടെ നിന്ന് പകുതി സർക്കുലർ മോഷൻ ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? D2 എന്താണ്? പോസിറ്റീവാണ്. ആ ഒരു ഡിയുടെ ഉള്ളിലേക്ക്, അതായത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണല്ലോ. ഇവിടെ D2 പോസിറ്റീവ് ആണല്ലോ, റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ RF ഓസിലേറ്റർ ബുദ്ധിമാനാണ്. ഈ ഒരു ചാർജ് ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ആ മൊമെൻറ്റിൽ RF ഓസിലേറ്റർ നേരെ D2-നെ നെഗറ്റീവാക്കും, D1-നെ പോസിറ്റീവാക്കും. അതായത് അടുത്ത ഇൻസ്റ്റൻ്റ് ആണ്.
അടുത്ത ഇൻസ്റ്റൻറ്റിൽ D2 നെഗറ്റീവും D1 പോസിറ്റീവുമാകും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ചാർജിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അതായത് D2വിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും അതെങ്ങോട്ട് പോകുന്നു? റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. ഈ ഒരു ചാർജ് നേരെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. പക്ഷേ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോഴും പ്രസൻറ്റാണ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ചാർജിനെ അവൻ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? നേരെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഇതാണ് പാത്ത്. ഇതാണ് നമ്മുടെ പാത്ത്. നേരെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ചാർജിനെ എങ്ങോട്ട് അവൻ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ലെഫ്റ്റിലേക്ക്. അതായത് നോക്കുക, ഇവിടെ നിന്ന് റൈറ്റിലേക്കായിരുന്നു. അപ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ചാർജിൻ്റെ പൊസിഷൻ. ഇനി മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ചാർജിനെ ആളെങ്ങോട്ട്, നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാർജിനെ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും? ലെഫ്റ്റിലേക്ക്. ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചാർജ് ഇവിടെയാണ്. പോസിറ്റീവ് ചാർജർ പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെയാണ്. ഞാൻ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചാർജർ പാർട്ടിക്കിൾ. ഓക്കെ, ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റിൽ D2 നെഗറ്റീവും D1 പോസിറ്റീവുമായിരുന്നു. ഇനി ഈ ഒരു ചാർജിന് ലെഫ്റ്റിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം D1 പോസിറ്റീവാണ്, D2 നെഗറ്റീവാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ RF ഓസിലേറ്റർ വളരെ ബുദ്ധിമാനാണ്. ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഏകദേശം ഒരു സർക്കിൾ കഴിഞ്ഞു. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഏകദേശം ഒരു സർക്കിൾ കഴിയുമ്പോൾ, അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിന് സെൻറ്ററിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? D1 വീണ്ടും നെഗറ്റീവാകും. അതായത് RF ഓസിലേറ്റർ D1 നെഗറ്റീവാക്കും, D2 പോസിറ്റീവാക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ വീണ്ടും എന്ത് ചെയ്യും? ഒരു സെമി സർക്കുലർ പാത്തും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം പോസിറ്റീവ് ചാർജുള്ള അയോണാണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം D2 മൂന്നാമത്തെ ഇൻസ്റ്റൻറ്റിൽ പോസിറ്റീവാണ്. വീണ്ടും RF ഓസിലേറ്റർ എന്ത് ചെയ്യും? അതിൻ്റെ പൊളാരിറ്റി മാറ്റും. ഓക്കെ, D2 നെഗറ്റീവാക്കും, D1 പോസിറ്റീവാക്കും. ഓക്കെ, ഇതേ രീതിയിൽ എന്ത് ചെയ്യും? അവൻ ഒരുപാട് പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്ത് അവസാനം ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ബൗണ്ടറി അവിടെ അവസാനിച്ചു. D എന്ന് പറയുന്നതിന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. ആ ബൗണ്ടറി അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ആക്സലറേറ്റ് ചെയ്യിപ്പിച്ച ആ ചാർജിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയൊരു ഹോള് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ആരെ പുറത്തേക്ക് എടുക്കാം? ഈ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ പുറത്തേക്ക് എടുക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് വയ്ക്കുക. ഇത് എൻ്റെ കൈ നോക്കുക, ഇതൊരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിൻ്റെ ചാർജ് എന്താക്കി വെച്ചാൽ മതി? നെഗറ്റീവ് ചാർജ് ആക്കി വെച്ചാൽ മതി. അതായത് ഇവിടെ എത്തുന്ന ആ പോസിറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജുള്ള ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് പുറത്തേക്ക് വലിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോളിൽ കൂടി ആ ഒരു ചാർജ് അല്ലെങ്കിൽ ആ ഒരു അയോൺ ബീം നേരെ പുറത്തേക്ക് വരും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് ചാർജുകളെ ശേഖരിക്കാനുള്ള അല്ലെങ്കിൽ ചാർജുകളെ കൊണ്ട് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ടാർഗറ്റിനെ നിങ്ങൾക്ക് ഇവിടെയും വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഒരു സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും മെയിനായിട്ടുള്ള ഒരു ബുദ്ധി ആരുടെയാണ്? RF ഓസിലേറ്ററിൻ്റെയാണ്. RF ഓസിലേറ്ററാണ് ശരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. ചാർജുകൾ ഒന്ന് ശ്രദ്ധിക്കുക, ചാർജുകൾ ഈ സെൻറ്ററിൽ എത്തുന്ന ആ ഒരു സമയത്ത് കൃത്യമായി ആരുടെ പൊളാരിറ്റി മാറ്റണം? D1-ൻ്റെയും D2-ൻ്റെയും പൊളാരിറ്റി കൃത്യമായി മാറ്റണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു പാത്ത് ആ ഒരു ചാർജർ പാർട്ടിക്കിളിന് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ടും കൂടി ചോദിക്കാം. ഇവിടെ ആ ഒരു മോഷനെക്കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓരോ പ്രാവശ്യം അത് സെമി സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യുന്നു, ആ 2 ഡീസിൻ്റെ സെൻറ്ററിലെത്തുന്നു. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയ ചാർജ് ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, സെൻറ്ററിലെത്തുന്നു. അതിനനുസരിച്ച് D1-ൻ്റെയും D2-ൻ്റെയും പൊളാരിറ്റി RF ഓസിലേറ്റർ മാറ്റുന്നു. അത് ലാസ്റ്റ് വട്ടം തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് ഏറ്റവും അവസാനം ഒരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിൻ്റെ സഹായത്തോടു കൂടി പുറമേക്ക് നമുക്ക് അയോൺ ബീമിനെ എടുക്കാം. ആ അയോൺ ബീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഹിറ്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് ടാർഗറ്റ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻസ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെ ഈ ഒരു ചാർജ് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു? അതായത് ഓരോ പ്രാവശ്യവും അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? എങ്കിലാണെങ്കിൽ ഒരു പോസിറ്റീവ് ആക്സലറേഷൻ നമുക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നത് കൊണ്ട് നമുക്കതിനെ വെലോസിറ്റി കൂടി വരുന്നുണ്ട് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്
വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയേക്കാം. ഓക്കെ, എന്ന് കരുതി അവിടെ ഒരു ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒബ്വിയസ്ലി മാറുന്നുണ്ട്. ഓരോ സർക്കുലർ മോഷനും ടാൻജൻഷ്യലായിട്ടാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ട്, ആക്സലറേറ്റഡ് മോഷൻ ആണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സൈക്ലോട്രോൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഒരു ബീമിനെ, അയോൺ ബീമിനെ, അതല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൈക്ലോട്രോണിൻ്റെ പർപ്പസ്. അല്ലാതെ ഒരു ചാർജിനെ ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതല്ല സൈക്ലോട്രോൺ. ഓരോ പ്രാവശ്യവും ആ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡും ആസ് വെൽ as അതിൻ്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ആ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടി കൂടി വരുന്നുണ്ട് എന്നത് തന്നെയാണ് സൈക്ലോട്രോണിൻ്റെ പ്രത്യേകത. ഓക്കെ, ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു പക്ഷേ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിലാണ് പോകുന്നതെങ്കിൽ അത് ആക്സലറേറ്റഡ് മോഷനാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി വെലോസിറ്റിയുടെ എന്ത് മാറുന്നുണ്ടായിരിക്കണം? അവിടെ ഡയറക്ഷൻ മാറുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ്. ആ സർക്കിളുകളിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് ആയിട്ടാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഓരോ പോയിന്റിലും വേറെ വേറെ ടാൻജൻറ്റുകളായതുകൊണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആകാം, എങ്കിൽ കൂടി നമ്മൾ ആ മോഷനെ ആക്സലറേറ്റഡ് മോഷൻ എന്നാണ് വിളിക്കുക. സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ അതല്ല. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ശരിക്കും വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തും മാറുന്നുണ്ടെന്ന് പറയണം നിങ്ങൾ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്, വെലോസിറ്റിയുടെ ഡയറക്ഷനും മാറുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒന്ന് ചുരുക്കി പറയാം ഞാൻ. അതായത് ഒരു ആക്സലറേറ്റഡ് മോഷൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയാലും മതി. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറണമെന്ന് നിർബന്ധമില്ല. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയാലും അത് എന്ത് ടൈപ്പ് മോഷൻ തന്നെയാണ്? ആക്സലറേറ്റഡ് മോഷൻ തന്നെയാണ്. പക്ഷേ സൈക്ലോട്രോണിൽ എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷനും മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് കൂടിക്കൂടിയാണ് വരുന്നത്. ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തു വരുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നുണ്ട് എന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, മാത്തമെറ്റിക്കൽ അനാലിസിസ്. അങ്ങനെ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആ 2 ഡീസിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഒരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഒരു ടാർഗറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ശരിക്കും നമുക്കൊരു സംശയം അവിടെ തോന്നാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് ആ ഒരു ഡീസിൻ്റെ ഉള്ളിൽ, 2 ഡീസിൻ്റെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്തുകൊണ്ടാണ് കൂടുന്നത്? അതായത് കൈനറ്റിക് എനർജി എന്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടുന്നത്? അതായിരുന്നു നമ്മുടെ ആദ്യമുണ്ടായിരുന്ന ഒരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്തമെറ്റിക്കൽ അനാലിസിസ് കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഓക്കെ, ഒന്നും കൂടി പറയാം. ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആകാം, എങ്കിൽ കൂടി ആ വെലോസിറ്റി ഡയറക്ഷൻ, ഇപ്പോൾ ഇതൊരു സർക്കുലർ മോഷനാണെന്ന് വിചാരിക്കുക. ഇതൊരു സർക്കുലർ മോഷനാണ്. ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വേണമെങ്കിൽ അവിടെയുള്ള ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകാം, അതായത് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആകാം. എക്സാമ്പിൾ പറഞ്ഞു തരാം. 20 മീറ്റർ/സെക്കൻഡ് ആണ് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. 4 പോയിന്റുകൾ എടുക്കുന്നു. ഓക്കെ, ഇതൊരു ഒന്നാമത്തെ പോയിൻ്റാണ്, പോയിൻ്റ് 1. ഇത് രണ്ടാമത്തെ പോയിൻ്റാണ് 2. ഇത് മൂന്നാമത്തെ പോയിൻ്റ് 3. ഇത് നാലാമത്തെ പോയിൻ്റ് 4. ഓരോ പോയിന്റിലും ആ പാർട്ടിക്കിളിൻ്റെ
വെലോസിറ്റി, ഡയറക്ഷൻ മാറും. ഒന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. പക്ഷേ ആ 4 പോയിന്റിലും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആകാം, 20 m/s ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയാലും എന്ത് വ്യത്യാസപ്പെടാം? ഡയറക്ഷൻ വ്യത്യാസപ്പെടാം. അപ്പോഴും നമ്മൾക്ക് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ സാധിക്കില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻ്റ്, direction of velocity is continuously changing. So there is a change in velocity. It will be considering as a accelerated motion. സൈക്ലോട്രോൺ അങ്ങനെയല്ല, ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരുന്നുണ്ട് എന്ന് തന്നെ പറയണം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി വരുന്നുണ്ട് എന്നത് തന്നെ പറയണം. എങ്കിലാണ് ഏറ്റവും അവസാനത്തെ റൗണ്ട് ആകുമ്പോഴേക്കും ആ അയോണിന് അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് മാക്സിമം കൈനറ്റിക് എനർജി ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ഏതൊരു പാർട്ടിക്കിളായാലും സർക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ കൂടി പോകുന്ന ഏതൊരു പാർട്ടിക്കിളായാലും ആ പാർട്ടിക്കിളിന് ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ആ അയോണിനും 2 ഡീസിൻ്റെ ഉള്ളിൽ കടന്ന് തിരിയുന്ന ആ അയോണിനും എന്തുണ്ടായിരിക്കണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ രൂപത്തിലാണ്. അതായത് 2 ഇലക്ട്രോമാഗ്നറ്റുകൾ ഉണ്ട് നമുക്ക്. ആ ഇലക്ട്രോമാഗ്നറ്റുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്നതാണ് അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സിനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് FC = FB. FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപീറ്റൽ ഫോഴ്സാണ്, FB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സാണ്. സെൻട്രിപീറ്റൽ ഫോഴ്സിനുള്ള ഒരു കോമൺ ഇക്വേഷൻ എന്താണ്? mv²/r = മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? Q × V×B ആയിരുന്നു. ആ V×B ഞാൻ VB sin θ എന്ന് എഴുതിയിരിക്കുന്നു. QVB sin θ. mv²/r = QVB that is θ = 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആ ഒരു ചിത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴേക്കായിരുന്നു. പക്ഷേ ആ ചാർജ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. അപ്പോൾ നിങ്ങൾ എവിടെ വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാലും ആ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ഏതൊക്കെ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാലും V എന്ന് പറയുന്ന വെലോസിറ്റിയും B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും പെർപെൻഡിക്കുലറാണ്. വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി, സൈൻ തീറ്റയിലത്തെ തീറ്റ 90 ഡിഗ്രി, സൈൻ 91 ആണ്. അതായത് QVB സൈൻ തീറ്റയിൽ സൈൻ 90 വരുന്നു, QVB ആയി അത് മാറുന്നു. mv²/r = QVB. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു V ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? mv/r = QB. അല്ലെങ്കിൽ r നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, QB-നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദെൻ r mv/QB. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം mv²/r-ലെ m എന്ന് പറയുന്നത് നമ്മൾ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസാണ്. V എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, r എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ്. Q എന്ന് പറയുന്നത് എന്താണ്? നമ്മളവിടെ വെച്ചിരിക്കുന്ന ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ചാർജാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. 1 കൂളമാണോ 2 കൂളമാണോ അങ്ങനെ. V എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. B എന്ന് പറയുന്നതോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ r = mv/QB. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ് ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ ചാർജ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. ഇതേ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടെത്താം. വെലോസിറ്റി = QBr/m. അതായത് QB-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, M-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. QB ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് മാറുന്നു, M-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് മാറുന്നു. വെലോസിറ്റി = QBr/m. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കിട്ടി, റേഡിയസിനുള്ള ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ നമ്മുടെ സംശയത്തിന് കൃത്യമായുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വെലോസിറ്റി കൂടുന്നു നോക്കാം നമുക്ക്. വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് / ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യും, അതിൻ്റെ സർക്കംഫറൻസ്, ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് പകരം 2πr കൊടുക്കാം. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. ടൈം പീരീഡ് ഞാൻ ക്യാപിറ്റൽ ടി എന്നും കൊടുത്തു. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി. അങ്ങനെയെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ടി? ടീനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക, വെലോസിറ്റിയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ടൈം പീരീഡ്? അതായത് ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മാത്രം കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യാനായി ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എടുക്കുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πr ഡിവൈഡ് ബൈ വി. അതിൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കുലർ മോഷൻ്റെ റേഡിയസും, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുമാണ്. 2π കോൺസ്റ്റൻ്റ് ആണ്. ടി ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, QBr ഡിവൈഡ് ബൈ എം. ഇവിടെ വെലോസിറ്റി ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഡിവിഷന് പകരം റെസിപ്രോക്കൽ എടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. എം ഡിവൈഡ് ബൈ QBr. നോക്കൂ, ആറും അവിടെ ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി നമുക്ക് എന്ത് വരും? ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB. അതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ ചാർജാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഇനി ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ, ഒരു റൊട്ടേഷൻ അല്ല, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫുൾ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ആ നമ്പർ ഓഫ് ഫുൾ റൊട്ടേഷൻസ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് ഫുൾ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഫുൾ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ആ ഫുൾ റൊട്ടേഷൻസിൻ്റെ എണ്ണമാണ് അവിടുത്തെ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ 10 പ്രാവശ്യം ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ആണ് അവിടുത്തെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ടൈം പീരീഡിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, 2πm ബൈ QB ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ദെൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു QB ഡിവൈഡഡ് ബൈ 2πm. ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. എന്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നത്? നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകെ 3 ഫാക്ടേഴ്സാണ്. ഒന്ന് മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. രണ്ടാമത്തേത് ചാർജ് നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിളിൻ്റെ ചാർജ്. B എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ പ്രാവശ്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു 1 സെക്കൻഡാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഒരു പ്രാവശ്യം, ആദ്യത്തെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 1 സെക്കൻഡാണ് എടുത്തത്. രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനും അത് എത്ര എടുക്കാൻ പാടുള്ളൂ? 1 സെക്കൻഡ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. നോക്കുക, ഇതാണ് ഒന്നാമത്തെ റൊട്ടേഷൻ. രണ്ടാമത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരല്പം കൂടുതൽ സമയം, അല്പം കൂടുതൽ ഡിസ്റ്റൻസ് അത് കവർ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം, 100 മീറ്റർ ഓടണം. ഓക്കെ, 1 മിനിറ്റ് സമയം കൊണ്ട് 100 മീറ്റർ ഓടണം. അതൊരു പക്ഷേ നമുക്കൊക്കെ സാധ്യമാണ് അല്ലേ? രണ്ടാമതായിട്ട് പറഞ്ഞു, അതേ 1 മിനിറ്റ് സമയമേ തരുള്ളൂ, 200 മീറ്റർ ഓടണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വെലോസിറ്റി ഒരല്പം കൂട്ടും. കാരണം 200 മീറ്റർ ഓടാനായിട്ടും നമ്മുടെ കയ്യിൽ എത്ര സമയമുള്ളൂ? 1 മിനിറ്റേ ഉള്ളൂ. മൂന്നാമത് പറഞ്ഞു നമ്മുടെ അടുത്ത് 300 മീറ്റർ ഓടണം. പക്ഷേ സമയം എത്ര തന്നെയുള്ളൂ? 1 മിനിറ്റേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ നമ്മുടെ വെലോസിറ്റി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ അടുത്ത് പറയുകയാണ് നീ 400 മീറ്റർ ഓടണം, സമയം കോൺസ്റ്റൻ്റ് ആണ്, 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വെലോസിറ്റി വീണ്ടും കൂട്ടുകയാണ്. മനസ്സിലായോ? അതായത് ആദ്യത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 സെക്കൻഡ്, അതാണ് അതിൻ്റെ ടൈം പീരീഡ്. രണ്ടാമത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനും എത്ര സമയം തന്നെയുള്ളൂ? 1 സെക്കൻഡ് സമയം തന്നെയുള്ളൂ. കാരണം ടൈം പീരീഡ് എന്ന് പറയുന്നത് റേഡിയസുമായി യാതൊരു ബന്ധവുമില്ല. ആദ്യത്തെ റൊട്ടേഷൻ്റെ റേഡിയസ് കുറവായിരിക്കും, പക്ഷേ രണ്ടാമത്തെ റൊട്ടേഷൻ്റെ റേഡിയസ് കൂടുതലാണ്. മൂന്നാമത്തെ റൊട്ടേഷൻ്റെ റേഡിയസ് അതിലും കൂടുതലാണ്. നാലാമത്തെ റൊട്ടേഷൻ്റെ റേഡിയസ് അതിലും കൂടുതലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് റേഡിയസ്. റേഡിയസുമായി യാതൊരു ബന്ധവുമില്ല. ടൈം പീരീഡ് നോക്കുന്നത് എന്താണ്? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ്. അല്ലാതെ എത്രത്തോളം റേഡിയസ് അതിന് കവർ ചെയ്യണം എന്നത് ടൈം പീരീഡിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ടൈം പീരീഡ് റേഡിയസുമായി യാതൊരു ബന്ധവുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റേഡിയസ് ചെറുതാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു നിശ്ചിത സമയം കൊടുക്കുന്നു, 1 സെക്കൻഡ്, അതാണ് ടൈം പീരീഡ്. രണ്ടാമത്തെ റേഡിയസ് ഇത്തിരി വലുതാണ്, രണ്ടാമത്തെ റൊട്ടേഷൻ ചെയ്യാൻ എത്ര സമയം തന്നെയാണ് ഈ സൈക്ലോട്രോൺ കൊടുക്കുള്ളൂ? 1 സെക്കൻഡ് തന്നെ കൊടുക്കുള്ളൂ. മൂന്നാമതും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ എത്ര സെക്കൻഡ് കൊടുക്കുള്ളൂ? 1 സെക്കൻഡേ കൊടുക്കൂ. കാരണം ടൈം പീരീഡിന് റേഡിയസിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, റേഡിയസുമായി യാതൊരു ബന്ധവുമില്ല. നാലാമത്തെ റൊട്ടേഷൻ റേഡിയസ് കൂടി വരികയാണ്, പക്ഷേ ടൈം പീരീഡ് അവിടെ ഫിക്സഡ് ആണ്, 1 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ പ്രാവശ്യവും ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം പീരീഡ് ഫിക്സഡ് ആയതുകൊണ്ട് ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ഇൻക്രീസ് ചെയ്തേ മതിയാകൂ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്തേ മതിയാകൂ. അവന് വേറെ രക്ഷയില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ടൈം പീരീഡ് റേഡിയസുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഓരോ പ്രാവശ്യവും ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. ഏറ്റവും അവസാനം, അതായത് ആ ഡിയുടെ ഏറ്റവും ഔട്ടർ ബൗണ്ടറി വരെ എത്തുമ്പോഴേക്കും മാക്സിമം വെലോസിറ്റി അതിന് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ പുറത്തേക്ക് എടുക്കുന്നു, കൃത്യമായിട്ടൊരു ടാർഗറ്റിലേക്ക് നമ്മളതിനെ ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ കീഴിൽ പറയാനുള്ളത്. 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഒന്ന്, എന്താണ് റേഡിയസ്? mv/qb. രണ്ടാമത്തത് എന്താണ് വെലോസിറ്റി? qbr/m. മൂന്നാമത്തേത് എന്താണ് ടൈം പീരീഡ്? 2πm/qb. നാലാമത്തേത് എന്താണ് ഫ്രീക്വൻസി? qb/2πm. ഫ്രീക്വൻസി അറിയാമെങ്കിൽ, ടൈം പീരീഡ് അറിയാമെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇനി ഒരു പക്ഷേ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതായത് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ മാസുണ്ട്, ചാർജുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഓക്കെ, ശരിക്കും ഈ ടൈം പീരീഡ് വെലോസിറ്റിയുമായോ അല്ലെങ്കിൽ റേഡിയസുമായോ യാതൊരു ബന്ധവുമില്ല. നോക്കാം, നിങ്ങൾക്ക് ഇതിനകത്ത് വെലോസിറ്റി എന്ന് പറയുന്ന ടേമും കാണാൻ സാധിക്കുകയില്ല, അതുപോലെ ആർ എന്ന് പറയുന്ന റേഡിയസിൻ്റെ ടേമും കാണാനായിട്ട് സാധിക്കുകയില്ല. ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് റേഡിയസ്. അതേപോലെ തന്നെയാണ് ഫ്രീക്വൻസിയും വെലോസിറ്റിയും റേഡിയസുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ടൈം പീരീഡിന് നേരെ ഓപ്പോസിറ്റാണ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി.